പേരുണ്ടല്ലോ പ്രസീത ചാലക്കുടിന്ന് മുഴുവനായിട്ട് അടിക്കണ്ട കേട്ടാ. വരും അതിന്റെ താഴെ ഉണ്ടല്ലോ കുറെ അമ്മയും പെങ്ങന്മാരും ഇല്ലാത്ത കാട്ട് കള്ളന്മാര് കൊന്തളിപ്പന്മാര് വന്നിട്ട് അവർക്ക് തോന്നണ പോലെ കണ്ടതൊക്കെ എഴുതി പോണത് നിങ്ങൾ കണ്ട് കാണുമല്ലേ. അവരോട് പറയാനുള്ളത് നോക്കടാ, ഇവിടെ പാട്ട് ഇഷ്ടമുള്ളതുണ്ട കാട്ട് കള്ളന്മാരെ, ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ആ പാട്ട് പാടാം ബാബുട്ടാ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഈ പാട്ട് ഇഷ്ടമുള്ളവര് ആ ക്യാമറ ഒന്ന് തിരിച്ചു വെച്ചേ, ഒരു കൂട്ടം കാണിച്ചു തരാം കേട്ടാ. ഒന്ന് തിരിച്ചു വെച്ചേ, ഒരു കൂട്ടം കാണിച്ചു തരാം. ഈ പാട്ട് ഇഷ്ടമുള്ളവര് കൈ പോക്കിയിട്ട് ഒരു കൈയ്യടി തന്നെ, കൈ പോക്കിയിട്ട് മതി. ക്യാമറ തിരിച്ചാ പോവാം പാട്ടിലേക്ക് ബാബുട്ടാ. പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ, തുഞ്ചൻ പറമ്പിൽ നിന്നും പഞ്ചവർണ്ണ. കണ്ട് കോട്ട കണ്ട കൊച്ചിയിലഴി മുഖ കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖ കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. സുമർ കേൾക്കണോ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കണ്ട് ചിപ്പി കണ്ട പൊത്തോടെ കുടയും കണ്ടേ, അവൾ കൊച്ചുകാരി പെണ്ണിനെ കണ്ടേ. അവൾ കൊച്ചുകാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കണ്ണൂരിന്റെ മണ്ണിൽ ഞങ്ങൾ ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള സമയമായിരുന്നു ഇത്. ചിലപ്പോൾ ഈ ഒരു പരിപാടി
കണ്ണൂരിൻ്റെ മണ്ണിൽ അവസാനമായിരിക്കും. ഇനി കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ പതിഫോക്ക് ബാൻഡ് വരുമ്പോൾ വേറൊരു സ്വപ്നവുമായിട്ടാവും വരിക, വേറൊരു തലത്തിലേക്ക് മാറി. കാരണം നിങ്ങൾ കാണുമ്പോൾ പ്രസീതയ്ക്ക് ഈ ഒരു പാട്ടെണ്ണുള്ള കേൾക്കണോ പ്രിയ കൂട്ടരെ, അങ്ങനെ ചോദ്യമൊക്കെ വരുന്നുണ്ട്. അത് ചോദ്യം സ്വാഭാവികമാണ്, കാരണം ഒരു സീസണിൽ സെറ്റ് ചെയ്ത് വെച്ച പാട്ടുകളാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുക. പോവായോ അല്ല, ആരും പോകണമെന്നല്ല, മൂത്രവച്ചിട്ട് വേഗം വരിക. നമുക്കൊന്ന് കിനാവ് കണ്ടാലോ? കുറച്ച് ആൾക്കാർക്ക് കിനാവ് കാണാ, റെഡിയാണോ? കിനാവ് കാണാൻ പലതരത്തിലുള്ള കിനാവുകളുണ്ട്. അപ്പോൾ കിനാവ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞങ്ങൾ ഒരു കിനാവ് പാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കിനാവ് പാട്ടുമായി വരുന്നു കിനാവിന്റെ രാജകുമാരൻ, കാസർഗോഡിന്റെ നാടൻ പാട്ടിന്റെ രാജകുമാരൻ സുനിൽ കണ്ണൻ. കിനാവ് കണ്ടേ, കിനാവ് കണ്ടേ, ഏന് കിനാവ് കണ്ടേ, പേക്കിനവ പൊടിയാവുഞ്ചോ, എമ്പാടും പേക്കിനവ പൊടിയാവുഞ്ചോ. കിനാവ് കണ്ടേ, കിനാവ് കണ്ടേ, കിനാവ് കണ്ടേ, കിനാവ് കണ്ടേ, കിനാവ് കണ്ടേ, കിനാവ് കണ്ടേ, പേക്കിനവ പൊടിയാവുഞ്ചോ, എമ്പാടും പേക്കിനവ പൊടിയാവുഞ്ചോ. എമ്പാടും പേക്കിനവ പൊടിയാവുഞ്ചോ, എമ്പാടും പേക്കിനവ പൊടിയാവുഞ്ചോ. കിനാവ് കണ്ടേ, കിനാവ് കണ്ടേ, കിനാവ് കണ്ടേ, എമ്പാടും പേക്കിനവ പൊടിയാവുഞ്ചോ. കിനാവ് കണ്ടേ, കിനാവ് കണ്ടേ, കിനാവ് കണ്ടേ, പേക്കിനവ പൊടിയാവുഞ്ചോ, എമ്പാടും പേക്കിനവ പൊടിയാവുഞ്ചോ. കാറ്റ് വന്നോ എക്ക് പൊടിയാവുഞ്ചോ, കാറ്റ് വന്നോ
എമ്പാട് പേക്കിലവ പോടിയാവുഞ്ചോ എമ്പാട് പേക്കിലവ പോടിയാവുഞ്ചോ വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. ഇനി ഒരു 6 മിനിറ്റ്, വളരെ ഒരു 6 മിനിറ്റ് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. കാരണം മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ പാടിത്തരും, എല്ലാം പാടിത്തരും. പരിപാടി മണിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ നല്ല ഇഷ്ടമാണെന്നുള്ളത്. അപ്പോ ഒരു 6 നിമിഷം. കാരണം പാടത്തും പറമ്പിലും പണിയെടുത്തിരുന്ന നമ്മുടെ അമ്മമാരും സഹോദരിമാരും പണ്ട് കാലത്ത് അനുഭവിച്ചിരുന്ന ഒരു ദൃശ്യാനുഭവം ഞങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കുകയാണ്. അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന, അതിൻ്റെ അനുഭവ സമ്പത്തുണ്ടാകും. ഇവിടെ ഉണ്ട് ചില ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത്. കുറച്ച് കാലം മുൻപ് ഒരു സിനിമ ഇറങ്ങി, ലാലി ലാലി എന്നുള്ളൊരു പാട്ട്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള അഗൈതവമായ ബന്ധത്തിന്റെ കഥ പറയുന്ന ആ ഒരു പാട്ട്. നമ്മുടെ സർക്കാരിന്റെ ഈ 4ാം വാർഷികാഘോഷത്തിൽ ഞങ്ങളും പങ്കുചേരുക എന്നതാണ് ഈ ഒരു നിമിഷം. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു വിഷ്വൽ ട്രീറ്റ്. നിങ്ങൾക്ക് ഏറെ ഇഷ്ടമാകും. ജിത്തുമോൻ ഈ ഒരു ഇതിന് വരുമ്പോൾ പുക കുറച്ചങ്ങോട്ട് കുറച്ചോളാം. പുക ഇടണ്ടാട്ടുണ്ണിയെ എന്താ വെച്ചാൽ ഇത് വിഷ്വലാണ്. കൃത്യമായി ആളുകൾ കാണണം, കണ്ടാലേ അവർക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ജിത്തുമോൻ ഒക്കെ അല്ലടാ ചക്കര. അപ്പൊ റെഡി. അപ്പൊ ആ വിഷ്വലുമായി ഞങ്ങൾ വരികയാണ്. പ്രിയപ്പെട്ട സുബ്രഹ്മണ്യൻ കക്കാട്ടിരി എഴുതി മലയാളക്കാർക്ക് സമ്മാനിച്ച ആര്യൻ നെല്ലിന്റെ തുടങ്ങുന്ന ഗാനത്തിന്റെ ഒരു വിഷ്വൽ ട്രീറ്റുമായി വരികയാണ് പതി ഫോക്ക് ബാൻഡ്. ആര്യൻ നെല്ലിന്റെ ഓലനാടും പോലെ ചാഞ്ചാടും നീ ചേരിഞ്ഞാട്, ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടടാ, പാട്ടു കേട്ട് നീയുറങ്ങ്. ആര്യൻ നെല്ലിന്റെ ഓലനാടും പോലെ ചാഞ്ചാടും നീ ചേരിഞ്ഞാട്, ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടടാ, പാട്ടു കേട്ട് നീയുറങ്ങ്. ആര്യൻ നെല്ലിന്റെ ഓലനാടും പോലെ ചാഞ്ചാടും നീ ചേരിഞ്ഞാട്,
കാലത്ത് ഒരുപാട് അനുഭവിച്ച അമ്മമാരും സഹോദരിമാരുണ്ട് നമുക്ക്. അടത്തും പറമ്പിൽ പണിയെടുക്കുമ്പോൾ കഷ്ടപ്പെട്ട ആ ദുരിതത്തിന്റെ കഥ ചെറുതായിട്ടൊന്ന് ചെറിയ പാട്ടിലൂടെ വരച്ച് കാട്ടി. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നല്ല കയ്യടി തന്നാൽ വളരെയധികം സന്തോഷമാണ്. ഏറ്റവും മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, ഏറ്റവും മെലോഡിയസ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. അപ്പോൾ അടുത്ത ചടുല താള നിബിഡമായ പാട്ടിലേക്ക് പോവുകയാണ്. ഏതാ വേണ്ട? പൂങ്കുയിൽ പഠിച്ചാൽ നമുക്ക് പൂങ്കുയില എന്നുള്ള പാട്ട് ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് കൈയടിച്ച്, അല്ലെങ്കിൽ വേണ്ട ഒരു നിമിഷം നമുക്ക് ഒന്ന് വളകിലിക്കാലോ. റെഡിയാണോ? അല്ല, ഒന്ന് വളകിലിക്കാം. തൽക്കാലം കുറച്ച് നേരമായി നമ്മളൊന്ന് ട്വിസ്റ്റ് അടിച്ചിട്ട്. അപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് റീൽസിലൊക്കെ ഹിറ്റായി നിൽക്കുന്ന ഒരു പാട്ടുമായി വരികയാണ്. വളകിലിക്കണ കുഞ്ഞോളെ എന്നുള്ള പാട്ടുമായി വരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗായിക അശ്വതി പാലക്കാട്. അശ്വതി പാലക്കാട് മ്യൂസിക് കോളേജിൽ വീണയിൽ ബിരുദമെടുക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. നല്ലൊരു കൈയടിയുമായി സ്വാഗതം ചെയ്യാം കണ്ണൂരിന്റെ മണ്ണിലേക്ക്. വളകിലുക്കണ കുഞ്ഞോളെ, ചിരി പൊഴിക്കണ മുത്തോളെ, വഴിയരികിലെ പൂത്തു നിക്കണ പുന്നാരെ, തനിച്ചിരിക്കണ നേരത്തെ അടുത്തു വന്നവനാരാണ്, അവനരികില് ചൊന്ന കാര്യമെന്താണ്? വളകിലുക്കണ കുഞ്ഞോളെ, ചിരി പൊഴിക്കണ മുത്തോളെ, വഴിയരികിലെ പൂത്തു നിക്കണ പുന്നാരെ, തനിച്ചിരിക്കണ നേരത്തെ അടുത്തു വന്നവനാരാണ്, അവനരികില് ചൊന്ന കാര്യമെന്താണ്? കയ്യില് കൊള്ളണ നേരം മഴ തരുന്നവനാര്, പൈനകത്തിന് മാറ്റിനൊത്തൊരു കണ്ണ്. ഇവിടെ റീൽസിലെ പാട്ട് കണ്ട ആൾക്കാരും ഉണ്ടാ? അല്ല ജി, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതില് സാധാരണ ഈ പാട്ടൊക്കെ ആണുങ്ങളാണ് പാടുക. പെണ്ണുങ്ങൾ പാടിയോണ്ട് കുഴപ്പം കാരണോ? ഈ പാട്ടൊക്കെ ഒന്ന് വളയിലിക്കണ പെണ്ണുങ്ങൾ പാടി എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഇവിടെ റെഡി അല്ലേ? റീൽസിലുള്ള ആൾക്കാരൊക്കെ റെഡി അല്ലേ? പൊളിക്കാം. 1 2 3 സ്റ്റാർട്ട്. വെയില് കൊള്ളണ നേരം